ഈ കാണുന്ന വീട് എൻ്റെ ചേട്ടൻ്റെ ആണ്. ചേട്ടൻ ഇവിടെയും ബാംഗ്ലൂരും ഒക്കെ ആയിട്ടാണ് താമസം. അപ്പോൾ കുറച്ച് ദിവസം 10-20 ദിവസം മുന്നേ ചേട്ടൻ ബാംഗ്ലൂർ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ ഒരുപാട് അതിഥികൾ ഈ വീട്ടിൽ വന്ന് താമസം തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് അതിഥികളാണ്. അപ്പൊ ആ അതിഥികൾ ആരാണെന്ന് നമുക്ക് കാണാം അല്ലെ. വീട്ടിന്റെ അകത്തോട്ട് പോകണം അത് കാണണ്ടിക്കല്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കയറിപ്പോകാം. പിന്നെ അതിഥികളെയൊക്കെ നമുക്ക് ഒന്ന് കാണാം. പിന്നെ ഇതാ ഇവിടെ ഒരതിഥി ഉണ്ട് ഇവിടെ. അപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ അതിഥിയല്ല, അത് സുഖമായിട്ട് ഉറങ്ങിക്കോട്ടെ എന്തായാലും. ആ അതിഥിയല്ല, ഞാൻ കാണിക്കാൻ പോകുന്ന വേറെ അതിഥിയാണ്. അപ്പോ താക്കോൽ എടുത്തില്ലേ? എടുത്തു. നമുക്ക് വീടിന്റെ അകത്ത് കയറിയിട്ട്, അകത്തായി ഇവരുള്ളത് ആയിരക്കണക്കിന് എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന്. ഇവർക്ക് വേറെ എവിടെയും സ്ഥലമില്ലായിട്ടാണോ ഇവിടെ വന്ന് താമസിക്കുന്നതെന്ന് അറിയില്ല. അപ്പൊ വീടിന്റെ അകത്തേക്ക് നല്ല തണുപ്പ്, നല്ല സുഖമുണ്ട് അകത്ത് വരെ. ആ ഫോട്ടോ ഒന്ന് കാണിച്ചേ. നല്ല ബുദ്ധന്റെ അടിപൊളി, നല്ല ഭംഗിയുണ്ട്. ഇത് കിച്ചണിന്റെ ബാക്കിൽ വർക്ക് ഏരിയയിലാണ് ഈ ആൾക്കാരുള്ളത്. വർക്ക് ഏരിയയില് അപ്പൊ നിങ്ങളിപ്പം കാണുമ്പോ ഇവിടെ ഒന്നുമില്ല അല്ലെ. എന്ത് കാണിക്കാനാ വന്നിരിക്കുന്നതെന്നായിരിക്കും. എന്നാൽ കുറച്ചൊന്ന് ഇവിടെ ഇരിക്കണം. ഇരുന്നിട്ട് ഞാൻ കാണിച്ചു തരാൻ പോവുകയാണ്. ഒരുപാട് ചൂല് എല്ലാം ഇവിടെ ഉണ്ട്. പല്ലി തുറക്കട്ടെ. തുറക്കുവാന്ന്. അപ്പോ എല്ലാവർക്കും ധൈര്യം ഉണ്ടാവില്ല, എന്നാലും ഞാൻ തുറന്ന് കാണിക്കട്ടെ. തുറക്കുമ്പോ ഇങ്ങോട്ട് ഒന്ന് കാണിക്കണം. അടുത്ത് തുറക്കുക. അതിഥിയെ കണ്ടോ? അതിഥിയാണിത്. ഇത് 20 ദിവസം കൊണ്ട് വന്ന് താമസം തുടങ്ങിയാണ്. ഇപ്പം എല്ലാവരും പുറത്തു പോയിട്ടുള്ളത് തേന് ശേഖരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഇത് ഇവിടെ കുറച്ച് പലകളൊക്കെ കെട്ടിയിട്ടുണ്ട്, തേൻ പലകളൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇതണ്ട, ഞാൻ കുറച്ച് ഈച്ചേനൊക്കെ വാരി കാണിക്കാം തയ്യാറാണ്. പക്ഷെങ്കിൽ ഉച്ചക്കാകുമ്പോ ഇതിന് ഭയങ്കര ദേഷ്യം ഉണ്ടാവും. നോക്കാം. പലയുള്ളത് കൊണ്ട് അതിന്റെ ശരീരത്തിൽ തട്ടിയാല് ഭയങ്കര ദേഷ്യമായിരിക്കും. അപ്പോ എല്ലാവരും പുറത്തു പോയതുകൊണ്ട് ആൾക്കാർ കുറച്ചേ ഇവിടെയുള്ളൂ. ഇപ്പം തേന് ഉണ്ടാവാനായിട്ടില്ല, കാരണം ഒരു 20 ദിവസത്തെ ഒരു ടൈമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്ക് തേന് ഒന്നും ആയിട്ടില്ല. തേനെടുക്കാൻ പോയിട്ടാ ഉള്ളത്. ഞാൻ ഇതിനിടക്ക് വന്ന് നോക്കുന്ന സമയത്ത് എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. ഇത്രയും വണ്ണത്തിൽ താഴോട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പം കുറേ ആൾക്കാർ തേനെടുക്കാൻ പോയിട്ടുണ്ട്. ഇനി വൈകിട്ടാകുമ്പോഴാണ് എല്ലാവരും വരിക. ഇപ്പൊ ഇടക്കിടക്ക് ഓരോരാൾ പോയി വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇവർക്ക് വേറൊരു സ്ഥലം കിട്ടിയിട്ടില്ല എന്നാണ് ചോദ്യം അല്ലെ. അപ്പൊ ഇതേപോലെ തന്നെ കഴിഞ്ഞ വർഷവും ഇവിടെ വന്ന് കൂടിയിട്ട് ഒരു 6 മാസം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ സമയം ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചാണ്. അപ്പോഴേക്കും ഇന്നെടുക്കാം നാളെ എടുക്കാന്ന് വിചാരിച്ചിട്ട് അപ്പോഴേക്കും കുറെ പോയി കളഞ്ഞു. ഒരു ദിവസം വന്ന് നോക്കുമ്പോൾ പോയി. അത് ഈ സൈഡിലാണ്, ഇപ്പുറത്തെ ഭാഗത്ത്. ഇത് കെട്ടിയത് ഇവിടെ. അപ്പോ ഇത് അനങ്ങാതെ അവിടെ തന്നെ ഇരിക്കട്ടെ. പിന്നെ ഞാൻ 1-2 ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ ക്യാമറ ചെയ്യാൻ വരണമെന്ന്. അപ്പൊ അവർക്ക് ഭയങ്കര പേടി, തേനീച്ച കുത്തിയാൽ മരിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇപ്പം ഏതായാലും തേനീച്ച കുത്തിയിട്ടൊന്നുമില്ല. ഇതാണ്, കണ്ടില്ലേ? ഞാൻ ഇങ്ങോട്ട് എല്ലാത്തിനെയും വാരി എടുക്കും, ഞാൻ തേനും എടുക്കും. അപ്പോ കുറെ ആൾ പറഞ്ഞ് പിന്നെ വെറുതെ റിസ്ക് എടുക്കരുത്, അങ്ങനെ ആക്കരുത്, ഇങ്ങനെ ആക്കരുത്, ഒരുപാട് കുത്തിയിട്ടുണ്ട് മരണപ്പെട്ടു പോകും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും എനിക്ക് പേടിയൊന്നുമില്ല, ഈ കാര്യത്തിൽ പേടിയേ ഇല്ല. അപ്പോൾ ഞാൻ തേന് എടുക്കുന്നില്ല ഇപ്പം. എന്തായാലും ഇതേപോലെ റിസ്ക് എടുക്കാൻ പാടില്ല. ഒരു സേഫ്റ്റി ഇല്ലാണ്ട് ഇങ്ങനെ ആരും പോയിട്ട് തേനീച്ചനെ വാരുകയോ തൊടുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ നമുക്ക് ഇതേതായാലും ഇവിടെ നിൽക്കട്ടെ. എന്തായാലും
ഇപ്പൊ പൂവെല്ലാം, അതായത് മാവ്, കശുമാവ് ഇതെല്ലാം പൂക്കുന്ന സമയത്താണെങ്കിൽ നല്ല തേൻ ഉണ്ടാവും. ഇപ്പം പൂവെല്ലാം പോയി, അതുകൊണ്ട് ഇപ്പം തേന് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അവർക്ക് കുടിക്കാൻ മാത്രം കുറച്ച് ശേഖരിച്ചു വെക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതിപ്പോ നമുക്ക് ക്ലോസ് ചെയ്തിട്ട് ഇപ്പം വെക്കാം. നാളെ ഇപ്പം ചേട്ടനും ഫാമിലിയെല്ലാം വരും. അപ്പോ എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല. എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. കുറച്ച് ആൾക്കാർ ഇങ്ങനെ പറന്നു വരുന്നുണ്ട്. പിന്നെ ഇത് എല്ലാത്തും ഇളയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ താടിക്കും എല്ലാം പറ്റിയിട്ട് ചിലപ്പോ ഉപദ്രവിക്കും. എന്തായാലും ഇപ്പം ഒന്നും ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. പോയാ. അപ്പോ അടുത്ത വീഡിയോയിൽ കാണാം. ഇതേപോലെ തേനെടുത്ത ഒരു വീഡിയോ കണ്ടിട്ട് എന്റെ സുഹൃത്ത് വല്ലാതെ പറഞ്ഞു. ആ ഒരു സുഹൃത്തിന്റെ അമ്മയും പറഞ്ഞു ഈ പണിക്ക് നിൽക്കരുതേ എന്ന്. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.